can live fast, let us die young. என்னை தாக்கும் புயலே, இரவோடு காயும் வெயிலே, உன்னாலே உன்னாலே நூலெல்லாம் கதாடியானேனே. அடிப்பெண்ணே அடிப்பெண்ணே, நான் விழுந்தால் உன் பாதம் சேர்வேனே. உன் விழிகளிலே நான் வாழ்கிறேன் பெண்ணே. ഹലോ, ഞാൻ റെഡിയായി. നമ്മളെങ്ങോട്ടാ പോകുന്നേ? somewhere very important. അതെവിടാ പപ്പ? അതൊക്കെ ഉണ്ടടാ. മമ്മി റെഡിയായോ? ലിപ്സ്റ്റിക് ഇടുക. അവളുടെ മുടിഞ്ഞൊരു ലിപ്സ്റ്റിക്ക് ചായം പൂശിട്ട് ഇറങ്ങും. ഇവ വരുവാളാ. എന്തിനായി കടന്നു പോകുന്നത്? ഒരിടത്തോട്ട് പോകുമ്പോ വൃത്തിക്കും മെനക്കൊക്കെ പോണ്ടേ? എന്താ ഇവ നീ ഇങ്ങനെ? ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് ഇറങ്ങാമോ? എന്താ ബ്രോ, മുടയാണോ? ദേശിച്ച് പിന്നെ ഇവ പോണൂടി. ഇത് എന്റെ ലൈഫിന്റെ പ്രസ്റ്റീജ് ഷൂസ് ആണ്. നീ നടന്നേ. അയ്യോ എന്റെ കൊച്ചു, നിന്റെ കാര്യം മമ്മി അങ്ങ് മറന്നുപോയടാ. എല്ലാരും മമ്മി പപ്പായ മാത്രമല്ലേ ഓർക്കാറുള്ളൂ. കുരുപ്പ് വലുതായി. കേറ് മോനെ, കേറ് കേറ്. താൻ സർപ്രൈസ്ഡ് ആണെന്ന് അറിയാം. ജയന്റെ ബ്രദറാണ്. IPS ജെ and this is my wife Iva George. പിന്നെ എൻ്റെ ഒരു മോൻ ഇവാൻ. ഇവയും ജയും ഒരുമിച്ച് പഠിച്ചതാണ്. നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ കണ്ടിട്ടുള്ളത് ഇവൻ കാരണം മാത്രമാണ്. ഒരു പെങ്ങളായിട്ടല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ടാണ് അവനിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് തന്നെ. ഹി ലവ്സ് യു മോർ ദാൻ എനിത്തിങ്. കൂടുതൽ പറഞ്ഞ് സമയം ഞാൻ കളയുന്നില്ല. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല.
ഛേ, പണി പാളിയല്ലോ. നീ ഒന്ന് വെറുതെ എക്സ്ക്യൂസ് മീ, സം ഫാമിലി പ്രോബ്ലംസ്. ജിയോണ, ഇവിടെ ഇപ്പം കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. നീ എത്ര ചേഞ്ച് ആയാലും നിന്റെ വാശി ഒരിക്കലും മാറില്ല എന്ന് എനിക്കറിയാം. കല്യാണത്തിന് നീ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? നോ, ഇത്രയും ഡ്രാമ ഇവിടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി ഈ കല്യാണത്തിന് ഞാൻ സമ്മതം മൂളുമെന്ന് നീ വിചാരിക്കണ്ട. സോ എനിക്ക് എൻ്റെതായ വഴികൾ നോക്കേണ്ടി വരും. ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിക്കണം എന്നെനിക്ക് ആഗ്രഹമില്ല. പക്ഷെ നീ അതിനെന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ജിയയുടെ മുഖത്തോട്ട് ഒന്ന് നോക്കിക്കേ. നീ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവക്കാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനുമായിട്ടുള്ള മാരേജ് ഇന്ന് ഇവിടെ വെച്ച് നടന്നില്ലെങ്കിൽ ജിയയുടെ മാരേജ് നടക്കാൻ പോകുന്നു. പിന്നെ ഇത്ര ആളുകളുടെ മുമ്പിൽ നിന്റെ പേരൻസ് ആയിരിക്കും നാണം കെടാൻ പോകുന്നത്. ഇനി നിനക്ക് തീരുമാനിക്കാം. ഐ വിൽ ഗീവ് യു 5 seconds. ജേജോ, മിശിഹായുടെ നിയമവും സഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജിയോണ ജൂണിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണ്. സമ്മതം. ജിയോണ ജൂൺ. മിശിഹായുടെ നിയമവും സഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജെ ജോണിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണ്. സമ്മതം. காதல் வந்தவுடன் காய்ச்சல் வந்ததடி, மீண்டும் நான் பிழைக்க முத்தங்கள் தருவாயா? கோபம் கொள்கையிலும் இறங்க வைக்குதடி, மீண்டும் ஒரு முறை நீ கோபத்தில் பார்ப்பாயா? ஆலை கொள்ளும் அழகே, நிழல் கூட அழகின் நகலே, ஒரு நாளும் എന്താ നോക്കുന്നത്? ഓ, വെറുതെ. ഇന്നുണ്ടല്ലോ പപ്പ, ജയപ്പപ്പയും മമ്മയും കൂടെ അടിയായിരുന്നു. എന്തിനു? ലിപ്സ്റ്റിക്. എന്ത് പറ്റി ചായ? ലിപ്സ്റ്റിക് കുറഞ്ഞു പോയോ? കുറച്ചും കൂടെ ആവായിരുന്നു. എനിക്ക് അപ്പളേ അറിയായിരുന്നു കുറവാണ്. അതെങ്ങനെ? ആ ജയ ഒന്ന് സമ്മതിക്കണ്ടേ? ഇന്നലെ ആൽവി നീ വിളിച്ച കാര്യം പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം. അവൾക്ക് വേണ്ടി നീ തിരിച്ചു വന്നല്ലോ എന്നോർത്തു. എൻ്റെ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു. ഇനി അവളെ വേദനിപ്പിക്കരുത്. വിശ്വസിച്ച് ഏൽപ്പിക്കുക ഞങ്ങളുടെ മോളെ. അവളോട് അറിയാതെയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു പോയൊരു തെറ്റിന് ഇതിലും വലിയ പ്രായശ്ചിത്തം ചെയ്യാനുള്ള. എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നതിന് പപ്പാടും മമ്മിയോടും ഒരുപാട് നന്ദി. കൊണ്ടുപോവാണ് ഞാൻ അമ്മ, എൻ്റെ മാത്രമായിട്ട്. സ്റ്റീവിന്
എന്നാ ഞങ്ങൾ ഇറങ്ങൂടാ. അവളെ സമ്മതിച്ചോ? ഇല്ല, സമ്മതിപ്പിക്കണം. ഓൾ ദി ബെസ്റ്റ് അളിയ. പോകാന്നോ? ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ടാ പോകാൻ പോകുന്നത്. നോ, നമ്മുടെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. പിന്നെ മര്യാദയുടെ ഭാഷയൊന്നും നിനക്ക് ചേരില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. വിട്ടെ, വിടാനല്ലേ പറഞ്ഞു. കിടന്ന് പടയ്ക്കാതെ, എന്റെ പ്രോപ്പർട്ടിയാണ് കൊണ്ടുപോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തടാ റോഷ. അല്ല, റോഷൻ ചേട്ടൻ തന്നെയാണോ വന്നേ? നോ, എന്റെ വൈഫുണ്ട് കൂടെ, റിയ. കൺഗ്രാറ്റുലേഷൻസ്. റോഷൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറ്റി. അല്ല, ഇതാരാ ഇത്? ഹായ് കുഞ്ഞാവ. തുരുവാവേ തുരുതുരുവാവേ, ഇത് സാറിൻ്റെയാ? അല്ലടാ, അപ്പുറത്തെ വീട്ടിലെയാ, മുളക്കാൻ മേടിച്ചു പോകുന്നത്. അങ്ങനെ പറയേ, അതാ കൊച്ചിന് സാറിൻ്റെ ഒരു ചായയില്ലാത്ത. ഒന്ന് പോടാതെക്ക. അല്ല, യൂൻ ചിന്തി വേണ്ട, അവിടെ ജിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. നീ ഇതുവരെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. നീ എന്താ കരുതിയത്? നിനക്ക് തട്ടിക്കളിക്കാനുള്ളൊരു വസ്തുവാണ് എൻ്റെ ലൈഫ് എന്നോ? എല്ലാവരും കൂടെ എന്തിനു വേണ്ടിയാ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ പൊട്ടിക്കളിപ്പിക്കുന്നത്? പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അല്ല, എന്താ ഞാൻ കേൾക്കേണ്ടത്? 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാക്കുപോലും പറയാതെ എന്തോ ഒരു ലെറ്റർ എഴുതി വെച്ച് നീ പോയതിനെ പറ്റിയോ? അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അനുഭവിച്ച എന്താണെങ്കിലും നിനക്കറിയോ? ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും നീ അന്വേഷിച്ചോ? എന്നിട്ടിപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ നിന്നോട് ക്ഷമിക്കണല്ലേ? നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ തിരിച്ചു പോയത്. എത്രയോ തവണ നിന്റെ അടുക്ക വീണ്ടും വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നെ ആട്ടിപ്പായിച്ച് വിട്ടിട്ടല്ലേ ഉള്ളൂ നീ. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം എന്റെ തെറ്റായിട്ടല്ലേ തോന്നുള്ളൂ. അതേടി, എന്റെ തെറ്റ് തന്നെയാണ്. നിന്നെ സ്നേഹിച്ചു പോയല്ലോ എന്നുള്ളൊരു തെറ്റ്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അതിന് പറ്റിപ്പോയി. എത്രയോ തവണ ഞാൻ നിന്നോട് അതിന് മാപ്പ് ചോദിച്ചിരിക്കുന്നു. അന്നപ്പോഴും നിന്റെ ഈഗോയ്ക്കും വാശിക്കുമല്ലേ നീ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്റെ ഭാഗത്ത് മാത്രമായിരുന്നു നീ തെറ്റ് കണ്ടത്. ഒരിക്കലെങ്കിലും എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? ആക്സിഡന്റ് പറ്റിയ കാര്യം വളരെ വൈകി തന്നെ അറിഞ്ഞു. ജിയെ വിളിച്ചു പറഞ്ഞപ്പോ പിന്നൊന്നും നോക്കിയില്ല, ഇങ്ങോട്ട് തന്നെ വന്നു. നീ അറിയാതെ 6 മാസം നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിന്നോട് പറയണ്ടാന്നും ഞാൻ തന്നെ പറഞ്ഞു. കാരണം നിന്റെ മുമ്പ് വരാൻ എനിക്ക് കുറച്ച് ടൈം വേണമായിരുന്നു. ഓ, എന്റെ മുമ്പ് വരാൻ 3 വർഷം വേണ്ടി വന്നല്ലോ നിനക്ക്. ഇത്രയും നാളും എന്നെ ഒന്ന് കാണണമെന്ന് പോലും നിനക്ക് തോന്നിയിട്ടില്ലേ ജെ? കാണണമെന്ന് തോന്നിയപ്പോഴെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ നീ എന്നെ അറിഞ്ഞിരുന്നില്ല.
അങ്ങനെ എത്രയോ തവണ എൻ്റെ മനസ്സിൽ നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. നീ ചോദിച്ചില്ലേ പിന്നെന്തിനാ തിരിച്ചു വന്നേന്ന്? ഞാൻ സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടെ പുതിയൊരു ലൈഫ് തുടങ്ങാനായിട്ട് തന്നെയാണ് തിരിച്ചു വന്നത്. വായിക്കാനാവാത്ത മുറിവുകൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടായെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷെ പുതിയൊരു ജീവിതത്തിലൂടെ അതിനെയെല്ലാം മായ്ച്ചു കളയാനെങ്കിലും നിനക്ക് ശ്രമിച്ചു. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിനക്ക് അത്രയ്ക്ക് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഒരു ചോയ്സ് ഉണ്ട്. ഞാനായിട്ട് എതിരെ നിൽക്കില്ല. ഐ ആം സോറി. ഇത്രയും നാളും നീ തിരിച്ചു വരുമെന്നുള്ള ഒറ്റ പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ അർത്ഥമുണ്ടോയെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ പപ്പായും മമ്മയും ഓർത്തിട്ട് മാത്രം ഇത്ര നാളെ ഞാൻ പിടിച്ചു നിന്നത് തന്നെ. ഇനി ഒന്നും താങ്ങാനുള്ളൊരു ശക്തി എനിക്കില്ലത്. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് ജീവിക്കണം നിന്റെ കൂടെ, നിന്റെ മാത്രം. I love you, Gianna. I really love you. ഇത്രയും നാളും ഞാൻ ആഗ്രഹിച്ചതാണ് ഇങ്ങനൊരു മൊമെന്റ്. എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. You are making me just crazy for you. Can I make you mine? ചഷകം സ്മൃതികളാ നിറയുമെവിടെ, ഓരോ വിജന വഴിയും നിറയെ കനികൾ ചൂടും. ഇനി നീട്ടുമോ കരങ്ങളെ വിരഹാശ്രുമാക്കുവാ, പ്രഭാതമോ ത്രിസന്ധ്യതൻ സഖി കലരുമവയിനി ഒരു മെഴുതിരിയുടെ നെറുകയിലെരിയ പ്രണയമേ അരികിൽ നീ എൻ്റെ സുഖമറിയുകയാണ്. നീലവിടം വാടകை വാങ്ങി മിഴി വീട്ടിന് കൊടി വെക്കലാമാ, നാം വാഴും വീട്ടുക്ക് വേറാരോ വന്നാല് തകുമാ, തീമലി തീക്കക നീതാ ഉന്തൻ തോள்കളിൽ ഇടം തരലാമാ, நான் சாயும் தோள்களில் வேறாரும் சாய்ந்தால் தகுமா. ഇച്ഛേ, പണിയായി കാണുമോ? വാ നമുക്ക് ചെന്ന് നോക്കാം. നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, സമയം പോവുക. മോശമായിപ്പോയി. ഇവന് വാതിലൊക്കെ ഒന്ന് കുത്തിയിട്ടുണ്ട്. എന്ത് ടീച്ചർ,
എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? വഴക്കല്ലേ? അങ്ങോട്ട് മാറി നിന്നേ. ജിയനോ കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു. എന്നാ കമ്മു നമുക്ക് ഉറങ്ങാം. എന്താടി? നിങ്ങൾ എണ്ണിച്ച മനുഷ്യ. എന്തുവാ പെണ്ണെ നിനക്ക്? ഉറക്കമൊന്നുമില്ലേ? ഇന്ന് ഈ പാതിരാത്രിക്ക് നീ എന്തോ മജിയെ? ഇന്ന് രാത്രിയിലെ മുല്ലപ്പെരിയാറിന്റെ പൊട്ടു. എടി പുള്ളി ഒറ്റ വീക്ക് കൂടെ വെച്ച് നിന്നുണ്ടല്ലോ. അതിന് ഞാൻ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ ഇത്ര ചൂടാവുന്നേ? കിടക്ക്. എന്നാലും എന്റെ മോളെ മര്യാദക്ക് കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ലേ പിന്നെ ഞാനും ഉറങ്ങാൻ പോകുന്നില്ല, നീ ഉറങ്ങാൻ പോകുന്നില്ല. കാര്യം മനസ്സിലായല്ലോ? എത്ര? 4. എത്രാമത്തെ തവണ ഞാൻ പറയുന്നത്? എടുക്കടാ, വെള്ളം എടുത്തോ. 2. അപ്പുറത്തെ കയ്യിലെടുത്തോ. 1. ഇനി കൂട്ടിക്ക്. 2 + 1 കൂട്ടെത്ര? എന്തിനായില്ല നീ അവനെ ഇങ്ങനെ അടിക്കുന്നത്? പോട്ടടാ പോട്ടെ, പപ്പയില്ലേ? അവൻ പഠിച്ചോളൂ, നീ അടുപ്പിച്ച് പഠിപ്പിക്കണ്ട. പിന്നെ അവനങ്ങ് പഠിച്ചോളൂ. എത്രാമത്തെ തവണയാണ് ഞാൻ അവനത് പറഞ്ഞു കൊടുക്കുന്നറിയോ? വേറെ എല്ലാവർക്കും പഠിക്കാൻ ഇവന് മാത്രം എന്താ? അയ്യോ, ഞാൻ എന്റെ അനിയനെ വിളിച്ചില്ല. ഇങ്ങനൊരു മനുഷ്യൻ. ഇത്രയും ബോധമില്ലേ നിങ്ങൾക്ക് അവരുടെ ഫസ്റ്റ് നൈറ്റ് കുളവാക്കാനായിട്ട്? അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നാലും അനിയല്ല, സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിന്റെ കൂടെ വിടാൻ എങ്ങനെ തോന്നി നിനക്ക്? ഹേ മിസ്റ്റർ, എന്റെ കെട്ടിയോനെ അങ്ങനെ വിടാൻ ഞാൻ വേറെ ജനിക്കണം. കൈയും കാലും കാണിച്ച് നിങ്ങളെ എന്റെ പരിധിയിലാക്കാൻ അറിയാമെങ്കിലേ കൂടെ പൊറപ്പിക്കാനും എനിക്കറിയാം. ഞാൻ ജയുടെ ഏട്ടത്തിയാകുന്നതിന് മുമ്പ് അവന്റെ ബെസ്റ്റിയായിരുന്നു ഞാനെന്ന് നിങ്ങൾ മറക്കരുത്. നിങ്ങളെ വളയ്ക്കാൻ ആ പാവം എന്തെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നറിയൂ. അപ്പൊ അവന്റെ ലൈഫിന്റെ ഒരു കാര്യം വരുമ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. അല്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള ഒരു ഐസ്ബർഗിനെ ആർക്കാ ഇഷ്ടപ്പെടുക? ഒരു കൊച്ചിനെ തന്നെ എങ്ങനെയൊക്കെയാ സെറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. ഹലോ, മിസ്സസ് ജോൺ ജോൺ. ഇപ്പം അവിടെ ഇരുന്ന് പഠിക്കുന്ന ആ പ്രോപ്പർട്ടി ഈ ഐസ്ബർഗിന്റെ മാത്രം കഴിയുന്നതാണെന്ന് എന്റെ ബഹുമോള് മറക്കല്ലേ? என்னை கட்டி எழுத்தாய் எழுத்தால் போதாதென சின்ன சிரிப்பில் ஒரு கள்ளச்சிரிப்பில் என்னை தள்ளிவிட்டு மூடி மறைத்தாள். ഞങ്ങള് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമായിരുന്നു. അയ്യോ, അത് വലിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഹൈഡ് ആൻഡ് സീക്ക്, കൊച്ചു പിള്ളേർക്ക് പറ്റൂല.
ആഹാ, ഗുഡ് മോർണിംഗ്. നീ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ ഒരു 8:30 ആയപ്പോൾ ഇനി വന്നായിരുന്നു. എന്നിട്ട് എന്താ വിളിക്കാൻ? ഓ, വേണ്ടാന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ ബാൽക്കണിയിലോട്ട് പോവാം, ഒരു കോള് ചെയ്യാനായിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. അവൾക്ക് എന്തായാലും മനസ്സിലായി കാണുമോ? ആ, മനസ്സിലായതിനെ ഇപ്പം എന്താ. രാവിലെ എണ്ണിച്ചപ്പോഴേ ഉള്ളു ഫോണിൽ കയറി. ജിയാ അണപ്പല്ലിളകിയോന്നൊരു സംശയമില്ലാതെ ഇല്ല. ഞാൻ തന്നെ ഒന്ന് കാണാൻ എനിക്ക് വരുന്നു. എൻ്റെ ചേട്ടനായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് താനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇല്ല, ഈ ബാൽക്കണിയിനടുത്ത് എറിഞ്ഞാണ് ഞാൻ. പൊക്കോ, എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു. ജിയ പ്ലീസ്, ശബ്ദം ഉണ്ടാക്കല്ലേ, ഒരു കയ്യബദ്ധം. അയ്യോ, എന്റെ ഭാഗ്യം. എടാ ചെറ്റ്, പരന്നമാറി, നിനക്ക് എന്റെ പെണ്ണുപിള്ളയെ കിട്ടിയുള്ളല്ലേ കയറി പിടിക്കാൻ. എടാ, നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞില്ല. നീ എങ്ങനെ അറിയാനാ? ഇന്നലെ രാത്രി ഞങ്ങൾ പറയാൻ വന്നപ്പോ. എന്താ ചെയ്യാ ബ്രേക്ക്ഫാസ്റ്റിന്? എന്തോന്നാ ഇറച്ചിക്കടയുടെ മുമ്പിൽ പട്ടി വായി നോക്കുന്നോട്ട് ഞങ്ങളെ നോക്കി നിൽക്കുന്നത്? നിന്റെ പെണ്ണുമ്പിള്ള ആ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലു. അല്ല, അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അപ്പം രാവിലെ തന്നെ കിട്ടിയില്ലേ? അലവലാതി കണ്ടുപിടിച്ചു. നീ ലീവ് എടുത്തതല്ലേ, പിന്നെ എണ്ണിച്ചു പോയി. ഇയാള് പോയി ആദ്യം ഫ്രഷ് ആയിട്ടോ. നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആവാലോ. എന്റെ പൊന്നെ, നമ്മളില്ലേ? ജിയോണോ? ഒന്ന് പോടാ ചേക്കാ. മോളെ, നിനക്ക് നമ്മുടെ ലിസി അറിയത്തില്ലായോ? ആ, നമ്മുടെ അപ്പുറത്തുള്ള ലിസി ആൻറ്റി. ആ, അവള് തന്നെ. ആ മൂരാച്ചി നമ്മുടെ കെവിന്റെ കല്യാണം നടക്കാതിരുന്നപ്പോളെ നാട്ടുകാരോടൊക്കെ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്നറിയാമോ? എന്റെ കൊച്ചിന് രോഗമാണ്, മറ്റേതാണ്, മറിച്ചതാണ്. ശരിക്കും ആന്നേ, ഇപ്പൊ അവളുടെ മോന് പെണ്ണ് കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ഈ ലിസിയെ പോലൊരു മുടയായിരിക്കുന്നേ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാണല്ലേ? അമ്മച്ചിക്ക് പ്രായമായെന്ന് പറയാം, എന്നാലും എന്റെ യൂഞ്ചി നീയും കൂടി ഇതിനൊക്കെ കൂട്ടു നിൽക്കുവാണോ? അമ്മ എന്നെ മരുമോള് തച്ചിരിട്ടങ്ങ് പരദൂഷണം പറയുമോ നാട്ടുകാരുടെ? നീ ഒന്ന് പോടാ ചേർത്താനെ. ഞങ്ങളുള്ളത് പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ പരദൂഷണം ഒന്നുമല്ല. ഞാൻ എന്റെ മരുമോളോട് എനിക്ക് ഇഷ്ടമുള്ളത് പറയും. നിനക്കെന്താ? അത് തന്നെ, കെവിനച്ചാൻ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുവാണ്. നിങ്ങളെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചോ? ആ ലിസിയാൻ ഇത് വല്ല ഇങ്ങോട്ട് കേട്ടോണ്ട് വന്ന എന്താ വിചാരിക്കുക? അവള് കേട്ടോണ്ട് വന്ന എനിക്ക് 2 വായിക്കാം. പെട്ടു. Lights, camera, action.
45 വർഷമായി വന്നിട്ട്. ഓ അങ്ങനെ. എന്തായാലും എന്തിനും ഇങ്ങോട്ട് വന്നേ? എന്റെ മോന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. വന്നാലും വന്നില്ലേലും സന്തോഷം. ഓ ആയിക്കോട്ടെ. അപ്പോഴേ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു നിർത്താൻ. അവരെന്ത് വിചാരിച്ചു കാണും? അവൾ ഉണ്ടമ്പുരി വിചാരിച്ചാണ്. അത്രയ്ക്ക് ദണ്ണമാണെങ്കിലേ നീയും കൂടെ അവളുടെ കൂടെ അങ്ങ് പോടാ. വാ മോളെ, നമുക്ക് അടുക്കളയിലോട്ട് പോകാം. പകൽ നീതാനേ കടലും അലയും ഉദയും നീതാനേ. ഇങ്ങനെ ഇരുന്നാ മതിയോ? പോട്ടെ. വെയിറ്റ് ഫോർ എ സെക്കൻഡ്. മൗനം ചോരും നേരം കണ്ണിൽ തേടിയ നിൻ സ്നേഹം തിന്നും നോക്കാൻ നെഞ്ചിൽ പെയ്യും നീ ഇത് എനിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചതല്ലേ. സോ നീ തന്നെ എന്റെ വിരലിലിട്ട്. ഇത് നിനക്ക് എവിടെ നിന്ന്? എങ്ങനെ, എവിടെ നിന്ന് എന്നൊന്നും നീ അറിയില്ല. നേരം കണ്ണിൽ തേടിയ നിൻ സ്നേഹം തിന്നും നോക്കാൻ നെഞ്ചിൽ പെയ്യും നീയാകെ തീരും കാവ്യം നീയാണ് വീണ്ടും വേരുകൾ നാടാടി കാതാകെ കേൾക്കും പാട്ടിൽ നീയാടി മുഴും ചൂടുകളിൽ നാടാടി മൗനം ചോരും നേരം കണ്ണിൽ തേടിയ കർത്താവേ, ഇവനൊക്കെ എന്തോ നീ എഴുതി വെച്ചിരിക്കുന്നേ? ലവ് ഈസ് മാട്. മാടല്ലടാ, ആട്. ഇങ്ങനെ ഞാനുണ്ടല്ലോ, അങ്ങാരുടെ ഒടുക്കത്തെ ഒരു പേപ്പർ എല്ലാം വലിച്ചു കീറി ഞാൻ അടുപ്പിലിടും. എൻ്റെ പപ്പ വിളിച്ചു, മമ്മി വിളിച്ചു, എന്തിന് മൂഞ്ചി പോലും വിളിച്ചു. എന്നിട്ട് ഇവിടെ ഒരുത്തൻ പേപ്പറും ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എന്റെ ജീവൻ, എന്തിനീ പാത്രമൊക്കെ ഇങ്ങനെ കിളുക്കുന്നേ? കഴുകി വെക്കാൻ വയ്യെങ്കിൽ അവിടെ ഇട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിക്കോളാം. ടേച്ചായ, നിങ്ങളെന്താ ഇങ്ങനെ? എന്ത് പറ്റി? ക്ഷീണിച്ചു പോയോ? അതൊന്നും അല്ല. നിങ്ങളെന്താ എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാത്തെ? പിന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രേതമാണോ? ഓഹോ, നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് ടൈമിങ്ങിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സദാസമയം നിങ്ങളുടെ കുറെ പേപ്പർ വലിച്ചു കയറി കട്ടിക്കും ഞാനില്ല. നാളെ ഏതാ ദിവസം? സെക്കൻഡ് സാറ്റർഡേ. വാവ്, ഫാന്റാസ്റ്റിക്. അപ്പൊ നല്ല സമയമുണ്ടല്ലോ ടൈം സ്പെൻഡ് ചെയ്യാൻ. എന്തോന്നു? നീ ഒന്നോർത്ത് നോക്കിക്കേ, നമ്മള് രണ്ടുപേരും മാത്രം നമ്മുടെ റൂമിലെ ആ ബെഡില് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച്. റൂമിൽ തന്നെ പോകണമെന്നൊന്നുമില്ലല്ലോ. ഇവിടെ സോഫ വിശാലമായിട്ട് കിടക്കുമല്ലേ. എന്തേ, തുടങ്ങിയാലോ? വഷളത്തരം പറയുന്നു. നാണമില്ല നിങ്ങക്ക്? അതിനൊക്കെ ഇത്ര നാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭാര്യയ്ക്ക് അത്രയ്ക്ക് നാണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലാത്തൊരു പെണ്ണിനെ കെട്ടിയെ പറയാമോ? എന്നെ കെട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മാറി നിൽക്കോട്ടെ.
ராசாத்திய ராத்திரி பார்த்த ரவுடி பையன் ரொமான்டிக்கான ரகசியமா ரூட்ட போட்ட கடத்தனும் 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 முன்ன வாய் மூடிய வாய பொழந்த வெறும் காலில விண்வெளி போன வெறுப்பாயிருந்தாலும் Happy birthday. நிறுத்தனும் 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 என்ன ഞാൻ മറന്നുപോയെന്ന് കരുതിയിരുന്നേ. ഇച്ഛേ, ബർത്ത്ഡേ എന്നതിനുപരി ഈ ദിവസം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നാണ് നിങ്ങൾ എന്നെ പ്രപ്പോസ് ചെയ്തത്. അത് നിങ്ങൾ മറന്നുപോയെന്നോർത്തപ്പം ഹേയ്, അങ്ങനെ ഞാൻ മറക്കൂടി. പിന്നെ വളരെ ബിസി ആയിപ്പോയിടാ. ഇവിടെ തന്നെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തത്. ഇന്നിവിടെ നമ്മൾ മാത്രം മതി. ഓൾവേസ്. ഇനി എൻ്റെ വൈഫിന് എന്താ വേണ്ടേ? ഇച്ഛാൻ അതിന് ഗിഫ്റ്റ് തന്നല്ലോ. അതോ ദന്തസ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്ന് കരുതി അമ്പിളിയമ്മാവനെ വേണമെന്നൊന്നും പറയരുത്. എൻ്റെ കുക്കിന് തോന്നുന്നു എന്തെങ്കിലും. എന്ത് ചോദിച്ചാലും തരും. യെസ്. യു, ജസ്റ്റ് യു. എനിക്ക് നിങ്ങളെ മാത്രം മതി എന്ന് ഗിഫ്റ്റായിട്ട്. വൈഫ് എന്തെങ്കിലും ചോദിച്ചാൽ അത് സാധിച്ചു കൊടുക്കേണ്ടത് ഒരു ഹസ്ബൻഡിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? நீ அணைக்கின்ற வேளையில் உயிர் பூ திடுக்கென்ற மலரும் நீ வெடுக்கென்று ஓடினால் உயிர்ப்பு சருகாக உலரும். இரு கைகள் தீண்டாத பெண்மையை உன் கண்கள் கொண்டாடுதோ. மலர் மஞ்சம் சேராத பெண்ணிலா எந்தன் மார்போடு வந்தாடுதோ. புது வெள்ளை மழை இங்கு ജിയ, ഐ ഹാവ് സംതിങ് ടു ടെൽ യു. എന്ത്? ലണ്ടനിലോട്ട് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നിട്ട് എന്നോട് ഇപ്പോഴാണോ പറയുന്നത്? ഈ നല്ലൊരു ദിവസം സാഡാക്കണ്ടെന്ന് കരുതി അടുത്ത വീക്ക് പോകണം. നിന്നെ തനിച്ചാക്കിട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷെ പോയേ പറ്റും. ജേ, ഒരു ടവൽ അതെടുത്തോണ്ട് നിനക്ക് കയറിയാൽ പോരായിരുന്നു? മറന്നു പോയിട്ടാ. പതുക്കെ എടുത്തോണ്ട് വന്നാ മതി. ജിയോണ ടവൽ. എന്ത് പറ്റി? വരുന്നോ? നോ താങ്ക്സ്, എൻജോയ് യുവർ സെൽഫ്. ഇനി ഇവിടെ നനങ്ങിയ കൊല്ലുന്നത്. അല്ല, ഇന്ന് ഇയാൾക്ക് എന്തോ പറ്റി? എന്താണെന്നറിയത്തില്ലടാ. നിന്നെ കാണുമ്പോളെ ഈ അടിവറ്റി മഞ്ഞ് വീരുന്ന ഫീലിങ്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊന്നുമല്ല. സംതിങ് വേർഡ് ഫീലിങ്സ് ഒക്കെ വരുന്നു. അച്ചടാ, അങ്ങനത്തെ വേർഡ് ഫീലിങ്സ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയേക്കാം. हसीवानिया ये खुला आसमां आ गए हम कहाँ है
can I trust you? You see what I plasma. You see what I plasma. ये रसवाड़ी ये खुलासा आ गए हम कहाँ मेरे साजन, बहारों में दिल की कली खिल गई, मुझको तो मिली है खुशी मिल गई। तेरे होठों पे है हुस्न की बिजली, तेरे गालों पे है ചെല്ലും രണ്ടുപേരും ചെന്ന് കണ്ടിട്ടോ. ആള് നല്ല മയക്കത്തിലാ കേട്ടോ. എല്ലാം കാണിച്ചു വെച്ചിട്ട് അവൻ പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങുന്ന കണ്ടില്ലേ കാളൻ. ഞാൻ ചത്തോന്നറിയാൻ വന്നതാണോടാ നീ? നിനക്കിപ്പം എങ്ങനെയുണ്ട്? ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കില്ല. അഹങ്കാരം ചില്ലറയൊന്നും ആയിരുന്നില്ലല്ലോ. പാതിരാത്രി 2 മണിക്ക് ഞാൻ തെങ്ങിക്കേറി കരിക്കെട്ട് കൊടുക്കണോ? എന്തൊക്കെയായിരുന്നു. സത്യം പറയാലോ ജിയോണ, നിന്നെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഈ ബെഡിൽ നിന്ന് എണ്ണിച്ചോട്ടടാ നിനക്കുള്ളത്. മുതലും പലിശയും ചേർത്ത് ഞാൻ തരും. അതിനു മുമ്പ് ഞാൻ അടുത്ത ഗോൾ അടിക്കും. എടാ പന്ന പഴക്ക പോലീസ് ഉണ്ടി. അയ്യോ എന്റെ നടു. സൂക്ഷിച്ച് നടു കൊടുക്കും മോളെ. കിടക്കടി അവിടെ. പ്രാണനേ പ്രാണനേ പ്രാണനൻ ശ്വാസമേ ജീവനേ 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 ശ്വാസമേ തിരയേറി വന്ന നോവുകൾ നീർ പെയ്തു തേങ്ങവേ അതിലോല ലോലമാകുമെന്നനുരാഗ രാമഴ നിറയെ നനയൂ. എനിക്കുണ്ട് ഒരു കെട്ടിയോ. എന്താടി എന്റെ കെട്ടിയോന്ന് ഇത്ര കുഴപ്പം? നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളുണ്ടോ? അവരെയൊക്കെ കണ്ട് പാടി ഒരു വെടിക്ക് 2 പക്ഷി. കള്ളന്റെ ഒക്കെ പുറകെ ഓടാനല്ലാതെ നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം. കഷ്ടം. അങ്കിളെ അവൻ ഞങ്ങൾ അറിവുണ്ട്. കർത്താവേ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ സീരിയസ് ആക്കി എടുത്തു. എന്നാ പോയാലോ? വേണ്ട. ഇനിയും പപ്പയ്ക്കും അമ്മയ്ക്കും എന്ത് വേണം? ചുറ്റും പിള്ളേരാ. വയസ്സാകാലത്തിന് ചുമ്മാതിരിക്കണ്ട.
അല്ലടി യുജി, ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരാളും കൂടെ ഒക്കെ വേണ്ടേ? പിന്നെ ഉള്ളതിനെ എനിക്ക് നോക്കാൻ വയ്യ, അപ്പളാ അടുത്തത്. അല്ല കെവിനച്ചായ, എന്താടി? എന്തോ ഒന്ന് മിസ്സിംഗ് ആണല്ലോ. നിന്റെ ബാഗ് ആയിരിക്കും. അല്ല ചായ, അന്നാ മൊബൈലായിരിക്കും. ഒന്ന് പോവാ മനുഷ്യ, സംതിങ് ഇസ് മിസ്സിംഗ്. അയ്യോ എന്റെ കൊച്ച്. മോനെ ഓടല്ലേടാ. എന്റെ പൊന്നുകാലം നിങ്ങൾ എന്തോ നോക്കിക്കൊണ്ടിരിക്കാം, പോയി പിടി മനുഷ്യ. கொஞ்சம் உன் காதலால் என் இதயத்தை நீ துடிக்க வை. கொஞ்சம் உன் வார்த்தையால் என் காதலை நீ மிதக்கச் செய். என்னோடு நின்று கொள்ளடி, விலகி செல்ல வேண்டுமோ? என்னோடு சேர்ந்து செல்ல